ഹലോ എവരി വൺ, ഇറ്റ്സ് മീ ചന്ദ്രു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. നമുക്കറിയാം സ്കൂൾ തുറക്കാൻ പോവുകയാണ്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്കുകളാണ് ഇനി കുറച്ച് സമയങ്ങളിലേക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ് ഇന്നത്തേത്. അപ്പം നമ്മൾ പുതിയതായിട്ട് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മൾ ഇനി എങ്ങനെയാണ് വീഡിയോ ചെയ്യാൻ പോകുന്നത്, അങ്ങനെ കുറേ കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ചാപ്റ്റർ വൈസ് ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പം നമുക്ക് ജസ്റ്റ് ഒരു സൈറ്റിലേക്ക് പോവാം. ഇത് ഏകദേശം നമ്മുടെ ചാനലിൽ തന്നെ പല പ്രാവശ്യം നമ്മൾ കാണിച്ചിട്ടുള്ളതാണ്. ഈ സൈറ്റിൽ വെച്ചിട്ട് നമ്മൾ പല ക്വസ്റ്റ്യൻ ആൻസറൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പം നമ്മൾ മെയിൻലി സ്കൂളിന് അല്ലെങ്കിൽ സ്കൂൾ ക്ലാസ്സുകൾക്ക് വേണ്ടിയുള്ള കണ്ടന്റാണ് ഈ ഒരു സൈറ്റിൽ ഫുൾ ഉള്ളത്. അപ്പം അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഇവിടെ മുകളിൽ കാണാം. icshindy.my.canva.site എന്ന രീതിയിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് മെയിൻലി എന്താണ്, നമുക്ക് സ്കൂളിൽ, ഞാനിപ്പോൾ സ്കൂളിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് അവിടെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്താണ്. ഏകദേശം 1 വർഷം എടുത്തു ഇത് ഫുള്ള് നമ്മൾ ചെയ്തു വരാനായിട്ട്. ഓക്കെ, കാരണം എല്ലാ സബ്ജക്റ്റിൻ്റെ എല്ലാ ചാപ്റ്ററിൻ്റെയും നോട്ട്സ് ഒക്കെ അവൈലബിൾ ആണ് ഇതിൽ. ഇപ്പോൾ ഇതിൽ നമ്മൾ നോക്കുവാണെങ്കിൽ 8, 9, 10 നോട്ട്സ് അവൈലബിൾ ആണ്. മൂവി ഹബ്ബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഈ പാഠമായിട്ട് ബന്ധപ്പെട്ട ഷോർട്ട് വീഡിയോസൊക്കെ നമുക്ക് ഇതിനകത്ത് ഉണ്ട്, അതിൻ്റെ ലിങ്ക് ഉണ്ട്. പിന്നെ SLC ആയിട്ട് ബന്ധപ്പെട്ട ചാപ്റ്റർ വൈസ് ക്വസ്റ്റ്യൻസ് കുറച്ചൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അതൊക്കെയാണ് ഇതിനകത്ത് ഉള്ളത്. അപ്പം ഇനി നമ്മളുടെ കുറേ ചേഞ്ചസ്, അപ്പോൾ ഇത്രയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് നമ്മൾ കുറച്ചുകൂടി അഡീഷണൽ ആയിട്ട് കൊണ്ടുവരികയാണ് ഇതിനകത്തേക്ക്. അതിനകത്ത് ഫസ്റ്റ് വൺ നിങ്ങൾ നോക്കുവാണെങ്കിൽ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ പറയാം. അതിന് തന്നെ ഇതൊരു സ്റ്റാർട്ടിംഗ് പേജ് ആണ്. അതിൻ്റെ താഴെ തന്നെ നമ്മൾ ഹിന്ദി ലെറ്റേഴ്സ് ഫുള്ള് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനിയിപ്പം നിങ്ങൾ 8 ആണെങ്കിലും 9 ആണെങ്കിലും 10ാം ക്ലാസ് ആണെങ്കിലും ഈ ലെറ്റേഴ്സ് നിങ്ങൾ കറക്റ്റായിട്ട് നോക്കണം. കാരണം ഇതുണ്ടെങ്കിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി ആൻസറൊക്കെ എഴുതുമ്പോൾ ഒത്തിരി ഹെൽപ്ഫുള്ളാണ്. നിങ്ങൾ ഈ കറക്റ്റ് ലെറ്റേഴ്സ് അറിഞ്ഞിരിക്കണം. ഓക്കെ, അതുപോലെ തന്നെ എന്താണ്, ഇപ്പം ഓരോ ലെറ്റേഴ്സും അതിപ്പോൾ നമ്മൾ പല പല കളറിലൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് കറക്റ്റായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുക. കാരണം നമുക്ക് മുന്നോട്ട് മാർക്ക് സ്കോർ ചെയ്യാനും അല്ലെങ്കിൽ നമ്മൾ ചാപ്റ്റർ വൈസ് ഡിസ്കസ് ചെയ്യുമ്പോൾ ഒക്കെ ഈ ലെറ്റേഴ്സ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒത്തിരി ഹെൽപ്ഫുള്ളായിരിക്കും. അതുപോലെ വേർഡ്സ് ഒക്കെ നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിക്കാനായിട്ട്. അപ്പോൾ ഏറ്റവും ബേസ് ആയിട്ടുള്ള കാര്യമാണിത്. ഇത് നിങ്ങൾ കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ അതിലേക്ക് നമ്മൾ കൂടുതൽ പോകുന്നില്ല. ഇനിയുള്ളത് എന്താണ്, ക്ലാസ് റൂം ഹബ്ബ് എന്ന് പറഞ്ഞിട്ട് ഓരോ ക്ലാസ്സിൻ്റെയും നോട്ട്സ് അല്ലെങ്കിൽ മീൻസ് ചാപ്റ്റർ വൈസ് നോട്ട്സ് ആണ് ഇതിനകത്തുള്ളത്. ഇപ്പോൾ 8, 9, 10 3 ക്ലാസ്സിൻ്റെ ഉണ്ട്. ഓക്കെ, ഇനി ഇത് എൻഡ് പേജ് ആണ്. ഇനിയിപ്പോൾ ഇതിനകത്ത് നിങ്ങൾ ഇപ്പം ഓരോന്നിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ നോട്ട്സ് ഓപ്പൺ ആവും. ആ രീതിയിലാണ് നമ്മൾ നിലവിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ ക്ലാസ് 10 ഇവിടെ അല്ലെങ്കിൽ മുകളിലായാലും ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ക്ലാസ് 10ൻ്റെ ഫുൾ നോട്ട്സ് നിങ്ങൾക്ക് കിട്ടും. ചാപ്റ്റർ വൈസ് ആയിട്ട് ഇതിനകത്ത് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ പാഠം ഡിസ്കസ് ചെയ്യാൻ പോകുമ്പോൾ കുറച്ച് അതുപോലെ തന്നെ മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ പാഠം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിനകത്ത് ഫസ്റ്റ് ചാപ്റ്റർ, ആ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ എൻറ്റയർ പോയിന്റ്സും ഇവിടെ വരുന്ന രീതിയിൽ നമ്മളത് അറേഞ്ച് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ എന്താണ്, നമുക്ക് ഇത് നോക്കിക്കൊണ്ട് തന്നെ ഫുൾ നമുക്ക് ആ ചാപ്റ്റർ ഫുള്ള് നമുക്ക് കവർ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പം നിലവിൽ അതിനകത്ത് ക്വസ്റ്റ്യൻ ആൻസേഴ്സേ ഉള്ളൂ. അതിൽ നമ്മൾ ഉടനെ ചേഞ്ചസ് കൊണ്ടുവരും. ഓക്കെ, അപ്പോൾ ഇതാണ് സൈറ്റിനെ കുറിച്ച് പറയാനുള്ളത്. ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തിയെന്നേ ഉള്ളൂ. മീൻസ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ. അല്ലെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ക്ലാസ് 10ലെ ടോപ്പിക്ക് ചാപ്റ്റർ വൈസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ സൈറ്റ് കുറച്ചുകൂടി നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ടുമുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഫസ്റ്റ് ഒരു ടാസ്ക് അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഹിന്ദിയിലേക്ക് വരുമ്പോൾ ഈ ലെറ്റേഴ്സ് നിങ്ങൾ കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. അതാണ് ആദ്യത്തെ ടാസ്ക് എന്ന് പറയുന്നത്. നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വരുന്ന ഏത് ചാപ്റ്റർ പഠിക്കണമെങ്കിലും കുറച്ച് ഹെൽപ്ഫുള്ളാകും. ലെറ്റേഴ്സും അത്യാവശ്യം കുറച്ച് വേർഡ്സും അറിയാമെങ്കിൽ നിങ്ങൾക്ക് വരുന്ന ചാപ്റ്റർ ഈസി ആയിട്ട് പഠിക്കാനായിട്ട് പറ്റും. ഓക്കെ, കാരണം നമുക്ക് എന്തെങ്കിലുമൊക്കെ നിങ്ങൾ നോക്കുവാണെങ്കിൽ A+ കിട്ടാവുന്നൊരു സബ്ജക്റ്റാണ്. അപ്പോൾ അത് ഇല്ലാതെ പോകരുത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ പറയാനുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ നമ്മൾ ഉടൻ തന്നെ ചെയ്യും. അതിനകത്ത് ക്ലാസ് 10 ഹിന്ദിയിലെ ഫസ്റ്റ് ചാപ്റ്റർ തൊട്ട് നമ്മൾ ക്ലാസ് 10 ഹിന്ദിയുടെ ഒരു ഇൻട്രൊഡക്ഷൻ കൂടി ഉണ്ടാവും. ഓക്കെ, ഇപ്പോൾ നമ്മൾ ജനറലി ഇതൊന്ന് പറഞ്ഞതേ ഉള്ളൂ. ക്ലാസ് 10 ഹിന്ദിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ കൂടി ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചാപ്റ്റർ വൈസ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് തുടങ്ങും. ഓക്കെ, സോ ഗൈസ്, സീ യു ഇൻ ദ നെക്സ്റ്റ്. തബ് തക് के लिए ओके बाय.